ഹായ് ഫ്രണ്ട്സ്, വെള്ളരിക്കയിട്ട് എങ്ങനെയാണ് ചെമ്മീൻ തീയൽ വയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളരിക്കയും ഒരു ടൊമാറ്റോയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക നമ്മൾ പച്ചരിക്ക കട്ട് ചെയ്യുന്നതിനേക്കാൾ അല്പം കനത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു പാത്രത്തിലോട്ട് വെള്ളരിക്കയും പച്ചമുളകും ഇട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവാൻ വയ്ക്കാം. കുറച്ച് ഉപ്പൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇനി തീയലിനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ ഓയിലൊന്നും ചേർക്കാതെയാണ് തേങ്ങ വറുക്കുന്നത്. തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളരിക്ക ഇവിടെ അര വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് ഉള്ളി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് നമ്മൾ വെള്ളരിക്കയിലും ചെമ്മീനിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം. പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചൊന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഉപ്പെല്ലാം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നു. ഇനി അടച്ചു വെച്ച് ചെറു തീയിൽ വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചെറിയ ഉള്ളിയുടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇനി നമുക്ക് ചെമ്മീനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ചെമ്മീൻ തീയൽ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.